ഹലോ, വെൽക്കം ബാക്ക് ടു ടെക്കിട്രിക്സ്. ഇന്ന് നമ്മൾ ഈ അധ്യായത്തിൽ പരിശോധിക്കാൻ പോകുന്നത് ഇൻ്റർനെറ്റിൽ ഡാറ്റ എങ്ങനെ സഞ്ചരിക്കുന്നു, അഥവാ ഡാറ്റ എങ്ങനെയാണ് നെറ്റിലൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ പരിശോധിക്കുന്നത്. എന്താണ് ഇൻ്റർനെറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ലോകമാകമാനം പൊതിഞ്ഞു നിൽക്കുന്ന ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഒരുപാട് ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളും അതുപോലെ വൈഡ് ഏരിയ നെറ്റ്വർക്കുകളും ചേർന്ന നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്കായി ലോകമാകമാനം പൊതിഞ്ഞു കിടക്കുന്ന ഒരു നെറ്റ്വർക്ക് ശൃംഖല, അതാണ് ഇൻ്റർനെറ്റ് എന്നും അതിലൂടെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ അഡീഷണലായിട്ട് വരുന്ന ഓരോ സർവീസുകളാണെന്നും നമ്മൾ മനസ്സിലാക്കി. നെറ്റ്വർക്കിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, നെറ്റ്വർക്കിംഗ് ഏതൊക്കെ തരം, അതേക്കുറിച്ചൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ മനസ്സിലാക്കി നെറ്റ്വർക്കിനെ കുറിച്ച്. മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ ഒന്നുകൂടി ഈ ഇൻ്റർനെറ്റിനോട് അടുത്ത് വരുമ്പോൾ അതിൽ നമുക്ക് കൂടുതൽ ഗുണകരമാവുന്ന രീതിയിലുള്ള ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് മോഡൽ ഒക്കെ നമ്മളതിൽ കുറച്ചുകൂടി അടുത്ത് മനസ്സിലാക്കി. എന്നാൽ ഇതൊന്നും ഒന്നും വളരെ ഡീറ്റെയിൽ ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് രീതിയിലൊന്നല്ല നമ്മൾ പ്രതിപാദിച്ച് പോന്നിട്ടുള്ളത്. അതൊക്കെ നമുക്ക് കൂടുതൽ പിന്നീട് പഠിക്കാം. ഇപ്പം നമ്മൾ ഈ ഇൻ്റർനെറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാനും അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നത്. ഇൻ്റർനെറ്റിനെ കുറിച്ച് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള അതെങ്ങനെ പ്രവർത്തിക്കുന്നു, ഇൻ്റർനെറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പറയുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ അഡീഷണലായിട്ട് പറയേണ്ടി വരും. അതെല്ലാം കൂടി നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പം നമ്മൾ ഏതാണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ഒന്ന് വിവരിച്ച് അതൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ട് പിന്നെ ആവശ്യമുള്ള ഭാഗങ്ങൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്ന ഒരു രീതിയിലാവാം എന്ന് കരുതുന്നു. ഏത് ഇലക്ട്രോണിക് ഡിവൈസസിലായാലും, കമ്പ്യൂട്ടറായാലും മൊബൈലായാലും മറ്റ് ഏത് ഇതുപോലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളിലും ഡാറ്റ എന്ന് പറയുമ്പോൾ ഞാനിതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ എല്ലാത്തരം കണ്ടൻസും എല്ലാത്തരം വിവരങ്ങളും, ഓഡിയോ, വീഡിയോ, പിക്ചേഴ്സ്, അതുപോലെ ഡോക്യുമെൻറ്റ്സ്, ഇങ്ങനെയൊക്കെയുള്ള എന്ത് കണ്ടൻറ്റും നമ്മൾ നെറ്റിലൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് സൂക്ഷിച്ചു വെക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും അല്ലെങ്കിൽ മെഷീനുകൾക്ക് അറിയാവുന്ന കോഡ് എന്ന് പറയുന്നത് അത് സീറോസ് ആൻഡ് വൺസ് ആണ്. അതായത് പൂജ്യങ്ങളും ഒന്നുകളും ആയിട്ടാണ് ഇതിനെ നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മൊബൈലിലായാലും വേറുള്ളതായാലും ഏത് ഇലക്ട്രോണിക് ഡിവൈസിലായാലും അത് ഇലക്ട്രോ മാഗ്നറ്റിക്കൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഡിസ്കുകളിലും മറ്റും രേഖപ്പെടുത്തി അഥവാ ബേൺ ചെയ്ത് വെക്കുന്നു. ഏതായിരുന്നാലും ഈ വിവരങ്ങൾ ഡിസ്കുകളിലോ മറ്റോ ഒക്കെ ശേഖരിച്ച് വെക്കുന്നത് ഇതുപോലെ സീറോസ് ആൻഡ് വൺസ് ആയിട്ടാണ്. ഇതിന് ബൈനറി കോഡ് എന്ന് പറയുന്നു. അതേ അവസ്ഥയിൽ തന്നെയാണ് ഇതിനെ സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അതോടൊപ്പം മറ്റൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കണ്ടൻറ്റ് നമ്മൾ അയക്കുകയാണെന്നെങ്കിൽ അത് അതേ അവസ്ഥയിൽ അതേ രൂപത്തിലല്ല ഇത് സഞ്ചരിക്കുന്നത്. പലപ്പോഴും ഡിസ്കുകളിൽ റെക്കോർഡ് ചെയ്യുന്നതും ഒരേ രൂപത്തിലല്ല, പീസുകളായിട്ടാവും, പല ഭാഗങ്ങളായിട്ടാവും, അതുപോലെ പല പാക്കറ്റുകളായിട്ടാണ്. ഈ നെറ്റ്വർക്കിലൂടെ ഡാറ്റ നെറ്റ്വർക്കിലൂടെ ഡാറ്റ സഞ്ചരിക്കുന്നത് പാക്കറ്റുകളായിട്ടാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു മൂവി ഒരാൾക്ക് സെൻഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ആ ഒരു മൂവി നമ്മൾ ഇവിടുന്ന് അയക്കുന്നത് പോലെ അതേ ഒരു രീതിയിൽ അപ്പുറത്തേക്ക് പോവുകയല്ല ചെയ്യുന്നത്. അത് പല 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 പാക്കറ്റുകളാക്കി, പല കഷ്ണങ്ങളാക്കി, പീസുകളാക്കിയിട്ട് ആണ് അയക്കപ്പെടുന്നത്. അല്ലാതെ ഒരൊറ്റ പീസായിട്ടല്ല. അതങ്ങനെ പീസുകളായിട്ട് അയക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഓരോ പീസും ഒരേ വേയിലൂടെ ആയിരിക്കില്ല സഞ്ചരിക്കുന്നത്. അതിന് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള, ഏറ്റവും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, ഏറ്റവും വേഗത്തിലെത്താൻ പറ്റുന്ന ഒരു പാത്തിലൂടെ ആയിരിക്കും അത് സഞ്ചരിക്കുക. അപ്പോൾ ഒരു പീസ് പോയ റൂട്ടിലായിരിക്കില്ല മറ്റേ പീസ് പോവുക. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീസും ആ പീസും ഒരേ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലേറെ വേഗത്തിൽ മറ്റേ റൂട്ടിലൂടെ പോയാൽ എത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇത് കമ്പ്യൂട്ടിംഗ് ഇതിലൊക്കെ ഇത് കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് അതിനത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പല റൂട്ടുകളിലായിട്ടാണ് ഓരോ പാക്കറ്റും സഞ്ചരിക്കുക എന്നുള്ളത് ഇതിലെ വളരെ കൗതുകകരമായിട്ട് കൂടിയുള്ളൊരു സംഭവമാണ്. നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ ആ ഒരു മെയിൽ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അത് നേരെ ഇവിടുന്ന് അങ്ങോട്ട് ജമ്പ് ചെയ്യുന്നു എന്നുള്ളത് പോലെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യം. ആ മെയിൽ പീസുകളാക്കിയിട്ട് അഥവാ പാക്കറ്റുകളാക്കിയിട്ട് അത് കൃത്യമായിട്ട് അവിടെ എത്തുന്നു. അത് എത്തുന്നത് ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ ഒരേ റൂട്ടിൽ തന്നെ ആയിക്കൊള്ളുന്നില്ല, പല റൂട്ടുകളിലായിട്ട് ആയിരിക്കും ഇത് സഞ്ചരിക്കുക. കൗതുകം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ വളരെ ടെക്നിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട
കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് കൃത്യമായിട്ട് ഓരോ പാക്കറ്റിലും ഇതിന് കൃത്യമായ അഡ്രസ്സും അതിൻ്റെ നമ്പർ കാര്യങ്ങൾ, ഇവിടെയാണ് നമ്മളെ പ്രോട്ടോകോൾസൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത്. TCP അതുപോലെ IP പോലുള്ള പ്രോട്ടോകോൾസ്, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ പലപ്പോഴും അത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബേസിക്കായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇതിൻ്റെ ശരിയായ അർത്ഥത്തിൽ അത് മനസ്സിലാക്കണമെങ്കിൽ അത് ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ശരി. അതാണ് ഞാൻ ഈ പറഞ്ഞൊരു ചെറിയ കാര്യം തന്നെ നമ്മൾക്ക് ഒരു അധ്യായത്തിൽ വിശദീകരിച്ചാൽ തീരില്ല. അതുപോലെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പലപ്പോഴും ചർച്ച ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. നമ്മൾ കോഴിക്കോട്ട് നിന്ന് എറണാകുളത്തേക്ക് ഒരു സാധനം നമ്മൾ സെൻഡ് ചെയ്യുന്നു. ഒരു കൊറിയർ സ്ഥാപനത്തിൽ അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരത് കൃത്യമായ അഡ്രസ്സ് അതിൽ രേഖപ്പെടുത്തി അത് നേരെ അത് അവിടെ എത്തിക്കുന്നു. എന്നാൽ നമ്മളൊരു കണ്ടന്റ് നെറ്റ്വർക്കിലൂടെ അയക്കുമ്പോൾ അഥവാ ഇന്റർനെറ്റ് വഴി അയക്കുമ്പോൾ അതേ പാക്കറ്റ് പല കഷ്ണങ്ങളാക്കി പല റൂട്ടിലൂടെ, ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് എറണാകുളത്തേക്ക് പല റോഡുകൾ, പല മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ റൂട്ട് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല റൂട്ടുകൾ കാണിക്കും. അതിൽ തന്നെ നമുക്ക് ഏറ്റവും വേഗത്തിലെത്താൻ പറ്റുന്ന റൂട്ട് പ്രത്യേകം അടയാളപ്പെടുത്തി തരും. നമ്മൾ സാധാരണ കാണാറുണ്ടല്ലോ, നീല നിറത്തിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായ റൂട്ട് രേഖപ്പെടുത്തി തരുന്നില്ലേ. ഇതേപോലെ സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് അതിന് ഏറ്റവും എളുപ്പമായ റൂട്ട് അത് കണ്ടെത്തി അതിലൂടെ വിടാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാക്കറ്റ് വിടുമ്പോൾ ആ റൂട്ടിൽ തന്നെ ഒരു പാക്കറ്റ് കൂടി വിട്ട് കഴിഞ്ഞാൽ അതിന് വേഗതയെ ബാധിക്കുമെന്നുണ്ടെങ്കിൽ അതിലേറെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന മറ്റൊരു റൂട്ട് ഉണ്ടെങ്കിൽ അടുത്ത പാക്കറ്റ് ആ റൂട്ടിലൂടെ വിടും. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഓരോ പാക്കറ്റിനും അതിൻ്റെ അഡ്രസ്സ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണം. ഇവിടുന്ന് അത് മുറിക്കുമ്പോൾ ഈ അഡ്രസ്സുകളൊക്കെ അതേമാതിരി കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഡെസ്റ്റിനേഷനിൽ അത് എത്തിയിട്ട് കൃത്യമായിട്ട് ഈ അഡ്രസ്സുകളുടെ അടിസ്ഥാനത്തിൽ അത് റീജോയിൻ ചെയ്യപ്പെടുന്നു. നമുക്ക് മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ലെറ്റർ അയക്കുന്നു. ഫിസിക്കലി നമ്മളൊരു ലെറ്റർ പോസ്റ്റൽ വഴി ഒരു ലെറ്റർ അയക്കുന്നു. അത് ഞാൻ ഒന്നുകിൽ എൻ്റെ നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുന്നു, അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇത് എൻ്റെ സർക്കിളിൽപ്പെട്ട അഥവാ എൻ്റെ പോസ്റ്റ് ഓഫീസ് പരിധിയിൽപ്പെട്ടതാണെങ്കിൽ ഈ ലെറ്റർ ബോക്സിലിട്ടതാണെങ്കിൽ അവിടുന്ന് ഒരാളത് പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു. അവിടുന്ന് സോർട്ട് ചെയ്ത് മറ്റൊരു പോസ്റ്റ്മാൻ ഇത് മറ്റേ കക്ഷിക്ക് ഡെലിവർ ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ഒരു പോസ്റ്റ് ബോക്സ് ഉണ്ടെങ്കിൽ ആ പോസ്റ്റ് ബോക്സിൽ അത് എത്തിക്കുന്നു. ഇങ്ങനെയാണ് നമ്മളൊരു ലോക്കൽ സിസ്റ്റത്തിൽ ഒരു കത്ത് നമ്മൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത്. ഇനി അത് കുറച്ചുകൂടി വൈഡ് ഏരിയയിലേക്കാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ, രാജ്യത്തിൻ്റെ മറ്റൊരു പാർട്ടിലേക്ക് നമ്മൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അതിൻ്റെ മേലുള്ള ഒരു സർക്കിളിൽ പോകും. ആവശ്യമെങ്കിൽ അതുപോലെ 2-3 സർക്കിളുകളിലൂടെ സഞ്ചരിച്ചായിരിക്കും അത് നമ്മൾക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലുള്ള ആളുടെ പോസ്റ്റ് ഓഫീസിലെത്തുക. ഇനി അത് നമ്മൾ വിദേശത്തേക്കാണ് അയക്കുന്നതെങ്കിലോ ഇത് രാജ്യത്തെ ഇൻ്റർനാഷണൽ ഡെലിവറി പോയിന്റിലെത്തിയിട്ട് അവിടുന്ന് അടുത്ത രാജ്യത്തിൻ്റെ, അഥവാ ഇത് എവിടത്തേക്കാണോ നമ്മൾ അയക്കുന്നത് ആ രാജ്യത്തിൻ്റെ പ്രധാന റിസീവിംഗ് പോയിന്റിൽ എത്തുന്നു. ഡെലിവറി പോയിന്റ് പോലെ തന്നെയാണല്ലോ അങ്ങോട്ടേക്ക് വരുന്നത്, അത് റിസീവ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം ഇത് ആ അഡ്രസ്സ് ആർക്കാണോ അയച്ചത് അയാളിൽ അത് എത്തിച്ചേരുന്നു. നമ്മളൊരു ഇമെയിൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുമ്പോഴും ഏതാണ്ട് ഇതേപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. പോസ്റ്റ് ഓഫീസിന് പകരം ഇവിടെ നമ്മുടെ ISP ആണ്. ISP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഇപ്പോൾ നമ്മൾ മിക്കവാറും ഒരു മൊബൈൽ കമ്പനി വഴിയായിരിക്കാം ഇൻ്റർനെറ്റ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ജിയോ അല്ലെങ്കിൽ BSNL എയർടെല്ലോ ഇതുപോലെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ നിയറസ്റ്റ് ടവറായിരിക്കും നമ്മുടെ ISP പോയിന്റ്. അപ്പോൾ നമ്മുടെ സർക്കിളിൽ ഈ ഒരു ISPയുടെ പരിധിയിലുള്ള ഒരാൾക്ക് നമ്മൾ നോർമലി ഒരു മെസ്സേജോ മറ്റോ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ISPയിൽ നിന്ന് തന്നെ അത് ഡെലിവറി ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മളൊരു ഇമെയിലാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഒരു മെയിൽ സെർവർ അതുപോലെ ഇൻ്റർനെറ്റ് സെർവർ ത്രൂ വേണം അത് സെൻഡ് ചെയ്യാൻ, റിസീവ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു ഏതാണ് നിയറസ്റ്റ് സെർവർ പോയിന്റ് ഉള്ളത് വെച്ചാൽ അതുവരെ അത് പോകുന്നു. ഇനി അതുപോലെ വൈഡ് ഏരിയയിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ ISPകൾക്ക് തന്നെ അതിന് മേലുള്ള പല സർക്കിളുകളുണ്ട്. അവസാനം ഇത് NSP, നാഷണൽ സർവീസ് പ്രൊവൈഡർ, അതാണ് NSP. ഈ NSP ആണ് ഒരു രാജ്യത്തിൻ്റെ ഗേറ്റ് വേ ആയിട്ടുണ്ടായിരിക്കുക. അതിലൂടെയാണ് ഇൻ്റർനെറ്റ് മൊത്തത്തിൽ ഇപ്പം നമുക്ക് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും എന്നുവെച്ചാൽ അതിൻ്റെ ഡെലിവറി പോയിൻ്റ് അതാണ്. ഈ NSPയിലെത്തി അത് നമ്മൾ എവിടേക്കാണോ സെൻഡ് ചെയ്യുന്നത് ആ ഉള്ള രാജ്യത്തിൻ്റെ NSPയിലെത്തി അവിടുന്ന് ഇതുപോലെ സഞ്ചരിച്ച് അത് ലോക്കൽ ISPയിലെത്തി അങ്ങനെ ഡെലിവറി ചെയ്യപ്പെടുന്നു. ഇങ്ങനെയാണ് ഈ ഒരു മെയിൽ സഞ്ചരിക്കുന്നത്. ഈ സഞ്ചാരത്തിൽ തന്നെ ഇപ്പം നമ്മളിവിടെ ഒരു ലെറ്റർ ഫിസിക്കലി അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെറ്റർ അതുപോലെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമ്മുടെ അയൽവാസിയുടെ കയ്യിൽ ആ ലെറ്റർ അതുപോലെ പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നു. എങ്കിൽ നമ്മൾ മെയിൽ അയക്കുമ്പോൾ ഈ മെയിൽ അത് ബൈനറി കോഡുകളിലേക്ക് മാറ്റപ്പെടുന്നു. ഓൾറെഡി ഇത് നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തതായതുകൊണ്ട് അത് ഓൾറെഡി അങ്ങനെ തന്നെയാണ്. നമുക്ക് കാണാൻ ഇത് ടെക്സ്റ്റും മറ്റതും
ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും അതൊക്കെ മെഷീനിൽ ബൈനറി കോഡാണ്. ഈ ബൈനറി കോഡ് സെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ സെർവറുകളിൽ നിന്ന് അത് പാക്കറ്റുകളാക്കി മാറ്റപ്പെടുന്നു. ഈ പാക്കറ്റുകൾക്ക് ഓരോ പാക്കറ്റിനും അതിന് കൃത്യമായ വിലാസവും കാര്യങ്ങളും ചേർക്കപ്പെടുന്നു. നമ്മുടെ TCP ഓർമ്മയില്ലേ? TCP/IP നമ്മൾ തുടക്കം മുതൽ പറഞ്ഞു വരാറുണ്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെ ഇത്ര വൈദഗ്ധ്യത്തോടെ വളരെ കൃത്യമായി ചെയ്യുന്ന ജോലി TCPയുടേതാണ്. IP-യും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നമ്മൾ ലെറ്ററുകളും മെയിലുകളും ഒക്കെ എക്സാമ്പിളായിട്ട് പറഞ്ഞല്ലോ. ഈ ലെറ്റർ അയക്കണമെങ്കിൽ ഒരു കൃത്യമായ അഡ്രസ്സ് വേണമല്ലോ. ഈ അഡ്രസ്സിൻ്റെ സ്ഥാനത്ത് IP ആണ്. എന്നാൽ നമ്മൾ ഒരിക്കലും ഈ IP കാണുന്നില്ല. IP ന്യൂമറിക് വാല്യൂസ് ആണ്. എന്തുകൊണ്ടാണ് നമ്മളത് കാണാത്തത്? ഈ രണ്ട് കാര്യങ്ങൾ TCP/IP കുറിച്ച് നമ്മൾ കുറച്ചുകൂടി കൂടുതൽ അടുത്ത അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാം. DNS സെർവർ ഉണ്ട്. DNS ആണ് ഇതിൻ്റെ അടിയിൽ കളിക്കുന്ന മറ്റൊരു കാര്യം. ഇതൊക്കെ നമുക്ക് അടുത്ത അധ്യായത്തിൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരുപാട് ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ.